ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് കൊല്ലം ജില്ലയിലെ പ്രാക്കുളം ഐപ്പുഴ സെൻറ്റ് എലിസബത്ത് ചർച്ചിലേക്കാണ്. ഇവിടെ സെൻറ്റ് അന്തോണീസിൻ്റെ അത്ഭുത വിളക്ക് നേർച്ച വളരെ പ്രസിദ്ധമാണ്. ഒരുപാട് ആൾക്കാരാണ് ഇവിടെ. രാവിലെ 5:30 മുതൽ തുടങ്ങുന്നതാണ്. വൈകിട്ട് ഏകദേശം ഒരു രാത്രി 10 മണി വരെ ഇവിടെ വിളക്ക് നേർച്ചയുണ്ട്. ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വന്നു പോകുന്നത്. ജാതിമത ഭേദമന്യേ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് വിളക്ക് നേർച്ച നടത്താറുണ്ട്. നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനും അതുപോലെ തന്നെ കളഞ്ഞുപോയ സാധനങ്ങൾ തിരിച്ചു കിട്ടുവാനും രോഗസൗഖ്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ വന്നിവിടെ വിളക്കെടുക്കാറുണ്ട്. ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. 9 ചൊവ്വാഴ്ച മുടങ്ങാതെ വിളക്ക് നേർച്ചയെടുക്കണം. അപ്പോൾ നമുക്കതിന് കാര്യസിദ്ധി കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ പള്ളി എന്ന് പറയുന്നത് കായലോരത്താണ്. അതുകൊണ്ട് തന്നെ നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. കായൽ തീരത്തായതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വളരെ സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. നമുക്ക് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് തോന്നും. അതുപോലെ തന്നെ വിളക്ക് നേർച്ചയൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് അവിടെ വന്നിരിക്കുവാനുള്ള കായലോരത്ത് വന്നിരിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടിട്ടുണ്ട്. കായലിൻ്റെ മനോഹാരിതയെ കണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വള്ളത്തിലും ബോട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് വിളക്കെടുക്കാൻ വേണ്ടി ആൾക്കാർ വരാറുണ്ട്. അതുപോലെ തന്നെ പുറത്ത് നമുക്ക് ഔസേ പിതാവിൻ്റെ ഒരു രൂപം പുറത്തുണ്ട്. രാവിലെയും വൈകുന്നേരവും ഇവിടെ ആരാധനയുണ്ട്. ഇന്ന് വൈകുന്നേര സമയത്ത് ഒരുപാട് ആൾക്കാരൊക്കെ വന്നിരിപ്പുണ്ട്. ആരാധന തുടങ്ങിയില്ലായിരുന്നു. അകത്ത് അതുപോലെ തന്നെ ഈശോയും മാതാവും അതുപോലെ തന്നെ സെൻറ്റ് അന്തോണീസിൻ്റെ ഒരു രൂപവുമുണ്ട്. അതുപോലെ തന്നെ സെൻറ്റ് എലിസബത്തും വേണ്ടിയൊക്കെ രൂപം വെച്ചിട്ടുണ്ട്. ഒരുപാട് വിശ്വാസികൾ ഇവിടെ ഈ പള്ളിയിൽ വരാറുണ്ട്. നമുക്കും നല്ല അനുഭവങ്ങൾ തന്നെയാണ്. വിളക്കെടുത്തതിന് ശേഷം നല്ല അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് മനസ്സിന് നല്ലൊരു സമാധാനമായിട്ടുള്ളൊരു വൈബ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഞങ്ങൾ പള്ളിയിലൊക്കെ വിളക്ക് നേർച്ചയൊക്കെ കഴിഞ്ഞ് അവിടെ വൈകുന്നേരം ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു മടങ്ങിയത്.